ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇതിലെ പാടത്തേക്ക് പോകുന്ന വഴിക്ക് ഇതിലേന്ന് വെച്ചാൽ നമ്മൾ 24,000 പാടത്ത് കൃഷിയുണ്ട്. അവിടേക്ക് നമ്മളൊരു വലിയ കായൽ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഇതാണ് ആ കായൽ. ഇതിന് നമ്മുടെ ഇവിടെ തെരസെന്നാണ് പറയുക. ഇത് രാജപുരം പാടത്തിൻ്റെ 24,000 പാടത്തിൻ്റെയും പഴയത് എന്ന് പറയുന്ന പാടത്തിൻ്റെയും വടക്കേറായിരം എന്ന പാടത്തിൻ്റെ ഇടഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു 2,400 ഏക്കർ വരുന്ന ഒരു വലിയ കായൽ പ്രദേശമാണ്. ഈ കായലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത്രയൊക്കെ ഉണ്ട്, പിന്നെ 24,000 വലുപ്പമുണ്ട് ഇത്. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വട്ടം വട്ടം തെളിവുണ്ട്. അവിടെ നമ്മൾ വെട്ടിയുണ്ട ഇടാൻ പോവാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 20 കുപ്പിയിൽ ചൂണ്ട കെട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ പരലും പള്ളത്തിയൊക്കെയാണ് തീറ്റയായിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളിതിലെ പോകുമ്പം ചില ഭാഗത്തു നിന്നൊക്കെ മീനുകൾ ഓടിപ്പോകുന്ന കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെട്ടിയുണ്ട ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുന്ന സ്ഥലത്താണ് കൂടുതലും ആക്ടിവിറ്റി കണ്ടിട്ടുള്ളത്. അവിടെ നല്ല അടിപൊളി സ്ഥലമാണ്, മീൻ തങ്ങാനും ഒക്കെ പറ്റുന്ന അടിപൊളി സ്ഥലമുണ്ട്. സാഹചര്യവും നമ്മുടെ ഭാഗ്യവും നേരെ ജോലിയാണെങ്കിൽ നമുക്ക് മീൻ കിട്ടും. വലിയ തീറ്റ കുഴപ്പമില്ല. ഓ, കുപ്പി വഴി അങ്ങോട്ടൊക്കെ പോവോ? കുപ്പി വഴി പോയാൽ ഈ വട്ടത്തിന് പുറത്ത് പോകത്തില്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിതൊരു പരലാണ് എടുത്തേക്കുന്നത്. നമ്മൾ പരൽ വഴി പള്ളത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ പരൽ പുറത്തായിരുന്നു ഈ വട്ടത്തിനകത്തോട്ട് അങ്ങ് ഇറക്കി വിടുക. ഇട്ടാ കേട്ടോ. മീൻ അടിച്ചാൽ തന്നെ ഈ ഇത്രയും പ്രദേശത്തുനിന്ന് ദൂരെ കൊണ്ടുപോകാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മീൻ പിടിക്കണ്ടോ. പല ഭാഗത്തായിട്ട് നമ്മൾ നിരത്തും കൊണ്ടുനടക്കുന്നുണ്ട്. കാട്ടിനകത്ത് കയറിപ്പോയാൽ കൃഷിയാവോ? ഒന്നുമില്ല. അടുത്ത സ്ഥലത്ത് ചെന്നിട്ട് തീറ്റ കൊടുത്താൽ മതി. അപ്പോൾ ഒരു തീറ്റ നമ്മൾ പരൽ കോർത്ത്, ഒരു തീറ്റ നമ്മൾ പള്ളത്തി കൊടുത്ത്. പള്ളത്തി കോർക്കുമ്പോൾ മേളിലൊരു ചെറിയ റൗണ്ടുണ്ട്, ഇവിടെ കോർക്കണം. നട്ടലി കയറാത്ത രീതി വേണം കോർക്കാൻ. നട്ടലി കോർത്താൽ ഇത് പള്ളത്തി ചത്തു. പള്ളത്തി കോർത്ത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത് കണക്ക് നമുക്കൊരു നമ്മൾ ചൂണ്ട മൊത്തം നിരത്തും. എന്നിട്ട് സന്ധ്യ വൈകുന്നേരം വരെ നമ്മളിവിടെ കാണും. നമ്മൾ എന്നിട്ട് ചൂണ്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ചൂണ്ട അടിച്ചു നോക്കും. ഇതിൽ ഉടക്കാത്ത അതിനെ പിടിക്കാനുള്ള പദ്ധതി. പോവാം, നമുക്ക് മൊത്തം നിരത്താം. പല ഭാഗത്തായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഉണ്ടാവും. സന്ധ്യ മയക്കത്തിൽ നമ്മളൊന്ന് നോക്കും. മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ നാളെ രാവിലെ വന്ന് നോക്കും. ഇവിടെ മീനിൻ്റെ ആക്ടിവിറ്റിയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അധികം നേരം എടുക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. മീൻ അവിടെ കിടന്ന് മറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ചൂണ്ടയെ കൂടെ അടിച്ചാലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, മീൻ കിട്ടുവാണെങ്കിൽ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന കുപ്പിച്ചൂണ്ട നോക്കാമെന്നാണ്. ഇന്നലെ സന്ധ്യയ്ക്ക് നമ്മൾ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങ് വീട്ടിൽ പോയി നമ്മൾ രാവിലെ വന്നേക്കാണ് നോക്കാൻ. ഇവിടുന്ന് കുറേ അങ്ങോട്ട് മാറിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ നമ്മുടെ എഞ്ചിൻ വെള്ളം ഇട്ടിട്ട് നമ്മൾ കൊച്ചുവെള്ളത്തെ കയറി അങ്ങോട്ട് പോകും. ആണെങ്കിൽ അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ കുപ്പികൾ എടുത്തെത്തിയിട്ടുണ്ട്. ഈ 1-2 കുപ്പികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതിലൊന്നും മീനുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കുപ്പി, മീനില്ലാത്ത കുപ്പി നമ്മൾ പെറുക്കി വീട്ടിൽ കൊണ്ടുപോവാണ്. ഇന്ന് വൈകിട്ട് ഇടണമെങ്കിൽ വന്നിട്ടാൽ മതി. എല്ലാം കൊണ്ട് തീറ്റ കുത്താൻ നോക്കിയാൽ ചിലപ്പം ആരെങ്കിലും ചൂണ്ടയൊക്കെ അടിക്കാനായിട്ട് വന്നാൽ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ മീനായിരിക്കും. അപ്പുറം മീൻ വരാനാന്ന് തോന്നുന്നു. ആണോ? വരാനാണ്. എടുക്കണം.
വരാനാന്ന് തോന്നുന്നു. അവിടെ കൊണ്ടുപോകണം. ഒക്കെ എടുക്കാൻ പറ്റും. ഒക്കെ എടുത്തോ. അയ്യോ ഉപ്പ് കയറി ഇറങ്ങിപ്പോയണ്ണ. കയറി അപ്പുറത്ത് ഇറങ്ങിയിരിക്കും. ആ വലയും എടുത്തന്നെ. ഭാഗ്യം കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ കുപ്പിയെ കിടക്കുന്നുണ്ട് കിട്ടിയതാ. ചാടിപ്പോള്ള അവസരം കൊടുക്കരുതേ. ഇല്ല, ഇപ്പറേം കൂടെ കയറി. നമ്മുടെ കുപ്പിച്ചുകൊണ്ടതിൽ ഒരു വരാൽ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടൂടെ നോക്കാം. 18 എണ്ണ കിടന്നത്. അവിടെ തന്നെ വെച്ചോ. അവിടെ ഇവിടെ ഇട്ടിരുന്നത്. അവിടെ ഒരു കുപ്പി ആണെങ്കിലടാ നടക്കുന്നു. അത് മൊത്തം പോളക്കകത്ത് കയറ്റി. ചൂട്ടം വരാല, കരിമുട്ടി വരാല. ഇനി കാണും. നിൽക്കുന്നോ? തുറന്നു നോക്കിയാണോ? എടുക്കാൻ പറ്റുമോ നോക്ക്. ഒരു കുട ഉടഞ്ഞ കുടയാണ് റിമൂവ് എന്ത്? ഇല്ല, ഇതേപടി ഞാൻ ഇട്ടേക്കാം. വെള്ളത്തിലിട്ട് ഇടുക. അവിടെ കിടക്കുന്നുണ്ട്. ആ പോളക്കകത്ത് കയറ്റി നിർത്തിയേക്കുന്ന കുട്ടി നമ്മുടെ ആണോ? ആ അറിയത്തില്ല. പോളക്കകത്ത് വരെ പോകേണ്ട കാര്യമില്ലല്ലോ. ആണെന്ന് തോന്നുന്നു. വരാലാണ്. ഒരു കരിമുട്ടി വരാല്. ഇത് വരാല. മുളയ്ക്ക് പോലും മുകളില. ഇപ്പുറത്താ. ആ വലയുടെ ഇപ്പുറത്താ. കിടിന ഹുക്കല്ലേ അത്.
ചൂണ്ടയിട്ടതും ഇത് അവിടെ 4 വരാലായി. വായം തുറന്നു അതിൻ്റെ പാടാ മൊത്തം ചൂണ്ടയല്ലേ. വരാൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ. വളരെ അതും ചെറുമീനൊന്നും കാണാം. ഓ അങ്ങോട്ട് മാറി 2-3 ഉപ്പിയും കൂടി ഇല്ലേ. കൊടുത്തിട്ട് പറയില്ല. ഹോ ഇട്ടേക്കട്ടെ അങ്ങോട്ട് തന്നെ. അപ്പോൾ അത് ഇട്ടിട്ടേ വാഗ വന്ന് വെക്കട്ടെ. അവിടെ കൊണ്ടുപോകണുണ്ട്. ചേടി സൈഡിൽ പോയി ചേടി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 18 കുപ്പിച്ചൂണ്ടയാണ് നിരത്തിയിരുന്നത്. 18 കുപ്പിച്ചൂണ്ടയിൽ നമുക്ക് കിട്ടിയത് 3 വരാലാണ്. അങ്ങനെയാണെങ്കിൽ നാളെ 36 ചൂണ്ടയിട്ടാൽ ചിലപ്പോൾ 36-38 ചൂണ്ടയിട്ടാൽ ചിലപ്പോൾ 6 കിട്ടുമായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കിട്ടിയ മീൻ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. പോടാ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചൂണ്ടയിടിയിലും കുപ്പിച്ചൂണ്ട നോക്കിയിട്ടൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 4 വരാലാണ് കിട്ടിയത്. 4 വരാലും കൂടെ ഒരു 2.5 കിലോ മീൻ കാണും. വേണ്ട, ഇത് കുപ്പിന്ന് ഊരിയിട്ടില്ല, അത് റിസ്ക്കാണ്, അങ്ങ് കയറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഊരാന്നാ കരുതിയത്. ഇതണ്ട, ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കുറച്ച് മീനൂടെ കൈ കിടപ്പുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇതിനകത്തിട്ട് വലയ്ക്കകത്തിട്ട് സൂക്ഷിക്കും. വേണ്ടത് ഒരു 2.5 കിലോ മീനും കൂടെ ഉണ്ട്. മൊത്തം നമ്മുടെ കയ്യിൽ ഒരു 5 കിലോ മീനുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതുണ്ടോ, ഇതുകൂടെ നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ വലയ്ക്കകത്തിട്ടും ആവശ്യക്കാരെങ്കിലും 1-2 പേര് വിളിച്ചിട്ടുണ്ട്. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം. അവർ അവൈലബിൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ നമ്മൾ അവർക്കിത് സെയിലാക്കുന്നതായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കുപ്പിയുടെ എണ്ണത്തിനനുസരിച്ചുള്ള മീൻ കിട്ടിയോ എന്ന് ചോദിച്ചാലില്ല, നമ്മളൊന്നും കൊണ്ട് വിട്ടിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടുന്നതൊക്കെ ലാഭം എന്ന് കരുതുക. അപ്പം വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.